ഇന്ന് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം. അപ്പോൾ വേദക്കുട്ടൻ രാവിലെ തന്നെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് നിൽക്കുകയാണ് കേട്ടോ. വേറെ ഒന്നിനല്ല, ഇന്ന് ബാലവാടിയിൽ പരിപാടിയുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനതാ പല്ലൊക്കെ തേച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ പിന്നെ ഇപ്പോൾ തന്നെ പല്ല് വയ്ക്കണോണ്ട് എനിക്ക് ആ വക പ്രശ്നങ്ങളൊന്നുമില്ല. അവൻ എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്തോളൂ കേട്ടോ. പിന്നെ അമ്മ ദാ രാവിലെ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഇന്നെന്തോ ഉപ്പുമാവാണ് ഉണ്ട് കേട്ടോ. ആ ഉപ്പുമാവ് തന്നെയാണ്. ഉപ്പുമാവിനുള്ളതൊക്കെ അമ്മ ഇവിടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ എന്നും ഞങ്ങളുടെ വീട്ടിൽ ഒരു അതിഥി വരും, കാക്ക. കാക്ക എന്നും എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടേ പോവുള്ളൂ കേട്ടോ. ചില ദിവസം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ബിസ്ക്കറ്റൊക്കെ ഇടയ്ക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. വേദിട്ടൻ്റെ ബിസ്ക്കറ്റും അങ്ങനെയൊക്കെ കൊടുക്കും. ഇടയ്ക്ക് അമ്മ ദോശ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെയാണ് പതിവ്. ഇവൻ കാക്കയ്ക്ക് ഇങ്ങനെ കൊടുക്കാൻ ഇവനെ നല്ല ഇൻട്രസ്റ്റ് ആട്ടോ. അപ്പോൾ കൊടുത്തതൊക്കെ അവൻ കഴിച്ചു. പിന്നെ അതാ വെള്ളം ഞാൻ വെച്ചു, അവനെ കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ വെച്ചു. അല്ലെങ്കിൽ പിന്നെ ഇനി തണുപ്പല്ലേ, അതുകൊണ്ട് ഞാൻ ചൂടുവെള്ളം വെച്ചു. കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ അവനെ വൈറ്റ് ഡ്രസ്സ് ഇടണതിൻ്റെ മുന്നേ വേറെ ഡ്രസ്സ് ഇടിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇട്ടാൽ മതി ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ റെഡിയായി. ഞാൻ ഈ ഒരു ടോപ്പാണ് ഇട്ടത്. ഇത് സ്റ്റിച്ച് ചെയ്ത ടോപ്പാണ്, നല്ല ടോപ്പാണ്. ഇതിനൊരു പാൻറ്റ് ഗ്രീൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഞാൻ ശരിക്കും മാറ്റി വെച്ചൊരു ഡ്രസ്സായിരുന്നു, എനിക്ക് പാകല്ലാതെ. ഇതിൻ്റെ പാൻറ്റ് ഗ്രീനും ഷോളൊന്നും ഇപ്പോൾ കാണില്ല കേട്ടോ. പിന്നെ ഒരു വൈറ്റ് പാൻറ്റും വൈറ്റ് ഷോളുമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ കുറച്ച് നേരം അവനോട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു 8 മണി കഴിഞ്ഞിട്ട് നമുക്ക് പോവാം, 8:15 ആകുമ്പോൾ പോവാം. അപ്പോൾ ഒരു 8 മണിക്കായിട്ട് ഡ്രസ്സ് ഇട്ടുതരാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അവനാണെങ്കിൽ ഒരു ക്ഷമ പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കാൻ. ഇങ്ങനെയുണ്ട് നിങ്ങൾ പറ, എൻ്റെ വേദക്കുട്ടൻ്റെ ഡ്രസ്സ് നല്ല ഭംഗിയിൽ വൈറ്റ് കുർത്തൊക്കെ ഇട്ടിട്ട്. എല്ലാ കുട്ടികളും വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ടാണ് കേട്ടോ ഒന്നുണ്ടായിരുന്നത്. ഞാനിവൻ ഈ വൈറ്റ് കുർത്ത ഇട്ടില്ലായിരുന്നെങ്കിൽ ശരിക്കും വേദുട്ടൻ മാത്രം വൈറ്റ് അല്ലാതെ പോയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നന്നായി. ഓഗസ്റ്റ് 15 ഇങ്ങനെ ഒരു വൈറ്റ് കുർത്ത വാങ്ങി കൊടുത്തതിന് എനിക്കിപ്പോൾ സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. ബേബി ആദ്യം വരുന്നില്ല എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവൾ ഉറങ്ങുകയാണ്, അവൾക്ക് ആകെ സ്കൂളില്ലാത്ത ദിവസമേ ഉറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എന്നാൽ ഞാൻ വിളിച്ചൊന്നും ചെയ്തില്ല. ഒരു 7:45 അവൾ എണീറ്റാ വന്നു കേട്ടോ. അപ്പം എന്നാൽ ഞാൻ ചോദിച്ചു നീ ഉണ്ടോ ചോദിച്ചപ്പോൾ അവൾ ഉണ്ട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നീ മേലേക്കോ, എന്നപ്പോൾ തല നനയ്ക്കണ്ട, തല എന്തായാലും അവളുടെ എണ്ണയൊന്നും ഇല്ലാതിരിക്കുക. അപ്പം ഞായറാഴ്ച തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ട് ഷാമ്പു ഇട്ട് കഴുകണം. ആകെ പൊടി ഇതൊക്കെ ആയിട്ട് ഇരിക്കണം കേട്ടോ. തല ഒന്ന് ക്ലീൻ ആക്കേണ്ട സമയം കഴിഞ്ഞു. ഇന്ന് രാവിലെ ഇപ്പോൾ അവളിങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ കുളിപ്പിച്ചായിരുന്നു. പിന്നെ ഇപ്പോൾ അവൾ എണീറ്റുകൊണ്ട് കൊണ്ടുപോയതാണ് കേട്ടോ. അല്ലെങ്കിൽ അവൾ സ്കൂളിലേക്ക് ഇപ്രാവശ്യം പോയില്ല, അല്ലെങ്കിൽ അവൾ പോവാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം അവൾ പോയില്ല. അപ്പം ഞാൻ പറഞ്ഞു അവളോട് എൻ്റെ ഒരു ഫുൾ സൈസ് വീഡിയോ എടുക്കുക, വേദൂൻ്റെ എൻ്റെയും കൂടിയിട്ട് ഒരു വീഡിയോ എടുത്തരാ എന്ന് പറയാം കേട്ടോ. അപ്പോൾ അവൻ പിന്നെ വീഡിയോ എടുക്കാനൊക്കെ നിന്നേരും, ഫോട്ടോ എടുക്കാനൊക്കെ നിന്നേരും. പിന്നെ ഞങ്ങളൊരു 8:15 ബാലവാടിക്ക് പോകാം കേട്ടോ. തൊട്ടടുത്ത വീട്ടിലെ ആൾക്കാരും ഉണ്ടായിരുന്നു. അവളും അവളും ഉണ്ടായിരുന്നു കേട്ടോ ബാലവാടിക്ക്. വൈറ്റ് കുർത്ത തന്നെയാണ് അവളും ഇട്ടിട്ടുണ്ടായിരുന്നത്. എല്ലാ കുട്ടികളും വന്ന കുട്ടികളൊക്കെ വൈറ്റ് ആയിരുന്നു കേട്ടോ. ആരും വൈറ്റ് അല്ലാത്ത ഒന്നും ഇട്ടിട്ടില്ല. അപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ അധികം ആളുകളൊന്നും വന്നിട്ടില്ല കേട്ടോ. പൊതുവേ ബാലവാടിയിൽ ഇപ്പോൾ അധികം കുട്ടികളൊന്നും ഇല്ല. ചിലർക്ക് വയ്യാതെ ആയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ അതാ ഓരോരുത്തർ വരുന്നുണ്ട്. എല്ലാവരും ഞാൻ പറഞ്ഞില്ല വൈറ്റ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ അതാ കൊടിയൊക്കെ ഉയർത്താൻ അവിടെ റെഡിയാക്കി കൊടിയൊക്കെ വെച്ചിട്ടുണ്ട്. മെമ്പർ വന്നിട്ടാണ് കേട്ടോ കൊടി ഉയർത്തുന്നത്. 8:30 ആകുമ്പോൾ മെമ്പർ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെമ്പർക്ക് വേറെ സ്ഥലത്തേക്ക് എങ്ങോട്ടൊക്കെ പോകാനുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതാ ഓരോ കുട്ടികളായിട്ട് വരുന്നു, അവരിങ്ങനെ വരിയായി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഞാൻ ബേബി ഞാനും കൂടിയിട്ട് വീഡിയോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ദാ ഫൈഹിയും വേദും ഒരേപോലത്തെ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ, ഒരേപോലത്തെ കുർത്ത തന്നെയാണ് അവരിട്ടിരിക്കുന്നത്. അവൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. പെൺകുട്ടികൾ പൊതുവേ കുറവാണ് കേട്ടോ ബാലവാടിയിൽ. കൂടുതൽ ആൺപടകളാണ് ബാലവാടിയിലുള്ളത്. അപ്പോൾ എല്ലാ കുട്ടികളും ഇങ്ങനെ റെഡി ആയിട്ടിരുന്നു. അപ്പോൾ ലഡ്ഡും മിഠായിയാണ് പ്രാവശ്യം സ്വാതന്ത്ര്യദിനത്തിന് കൊടുക്കുന്നത്. പായസമൊക്കെ കൊടുത്തായിരുന്നു പറഞ്ഞു കേട്ടോ. പക്ഷെ പ്രാവശ്യം പായസമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും വിളിച്ചവരെല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ ബാലവാടിയിൽ ഒരു പരിപാടി ഉണ്ടെങ്കിൽ അവിടെ അടുത്തുള്ളവരും സാന്നിധ്യം ഉണ്ട്, അവരുടെ അടുത്തുള്ളവരുടെ സാന്നിധ്യം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ടീച്ചർ പ്രയറും കാര്യങ്ങളൊക്കെ ചൊല്ലി കേൾപ്പിച്ച് കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ അതുപോലെ പറഞ്ഞനുസരിക്കുന്നുണ്ട്. വേദം ഇങ്ങനെ എല്ലാം ചൊല്ലണൊക്കെ ഉണ്ട്. എല്ലാ കാര്യവും ടീച്ചർ ഇങ്ങനെ പതാകയുടെ കാര്യം എന്താണ് വിശേഷം അതൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിലവർ പറയും, ചിലവർ പറയില്ല, അങ്ങനെയാണ്. അപ്പോൾ ഞാനിത് എല്ലാവരുടെയും വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മെമ്പർ കൊടി ഉയർത്തി. അപ്പോൾ കൊടി ഉയർത്തുമ്പോൾ കുട്ടികളോട് എല്ലാവരോടും സല്യൂട്ട് ചെയ്യാനൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും സല്യൂട്ടൊക്കെ ചെയ്തിട്ട് പിന്നെ ഇവർ കുഞ്ഞു മക്കളല്ലേ, അവർക്കിപ്പോൾ എത്രത്തോളം ഇതിനെക്കുറിച്ചിട്ട് അറിയും എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം അവർക്കിപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. കുറച്ച് വലുതായി കഴിഞ്ഞാലല്ലേ അവർക്ക് ഇതൊക്കെ കാണാനൊരു രസമാകുമല്ലോ. അവർക്ക് ഇതൊക്കെ ഒരു ഓർമ്മകളാവുമല്ലോ. വലിയ കുട്ടികളായിട്ട് അവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഒരു കൗതുകം, ഈശ്വരൻ അത് ഞാനാണോ എന്നൊക്കെ ചോദിക്കില്ലേ. ഇത്ര ചെറുതിൽ ഞാൻ ഇങ്ങനെയായിരുന്നോ. നമുക്കൊന്നും ഇങ്ങനൊരു വീഡിയോ കാണാനോ ഒന്നും പറ്റില്ലല്ലോ.
അന്നൊക്കെ യൂട്യൂബ് ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ നടന്നായിരുന്നു അല്ലേ. അപ്പോൾ ഇതാ മെമ്പർ കൂട്ടിയൊക്കെ ഉയർത്തി എല്ലാവരും ഇതാ കൈയടിച്ചു, എല്ലാവരും കൈയടിച്ച് പാസ്സാക്കി കേട്ടോ. കുട്ടികൾ പറഞ്ഞ പോലെ ചെയ്യുന്നുണ്ട് കേട്ടോ. പൂവൊക്കെ വീടു, എല്ലാവർക്കും സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് ഇതാ അവരോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നേരത്തെ എന്താ കൊടിയുടെ കളർ എന്താണ്, എത്ര നടുക്കിലുള്ളതിന് എന്താണ് പറയുക. അപ്പോൾ വേഗം ശോകചക്ര എന്ന് പറഞ്ഞിട്ട് അശോകചക്ര എന്നാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഒരുവിധം അവർ ടീച്ചർ പഠിപ്പിച്ചു കൊടുത്തതൊക്കെ ക്യാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ചില കുട്ടികളൊന്നും മിണ്ടില്ല, അതൊക്കെ ഇപ്പോൾ ഓരോ കുട്ടികളുടേതല്ലേ. ചിലർക്ക് മടിയായിരിക്കും, ചിലർക്ക് എല്ലാം അറിയുണ്ടാവും, പക്ഷെ പറയാനുള്ളൊരു മടിയായിരിക്കും. പിന്നെ അവരുടെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ അതാ പ്ലഡ്ജൊക്കെ ചൊല്ലിയായിരുന്നേ. കൈ ഇങ്ങനെ പിടിക്കുക പറഞ്ഞവർക്കൊക്കെ ഭയങ്കര ഇതാണ് കേട്ടോ. കൈ ഇത്രയും ചെറിയ കുട്ടികൾക്ക് തന്നെ കൈ കടയുക പറയട്ടെ, ഇന്ത്യൻ്റെ രാജ്യമാണ്, അതൊക്കെ നല്ല കറക്റ്റായിട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ അവർ. ഇപ്പോൾ വേദുട്ടനാണെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അന്ന് ബാലവാടിയിൽ പഠിപ്പിച്ച് അതൊക്കെ എല്ലാ കാര്യങ്ങളും അവൻ വന്ന് പറയൂ കേട്ടോ. അങ്ങനെ പറയാത്ത ഒന്നുമില്ല. ചില ദിവസങ്ങളിൽ അവനെ പറയാൻ ഭയങ്കര മടിയായിരിക്കും കേട്ടോ, ഒരു ബുദ്ധിമുട്ടായിരിക്കുമേ. ഓരോ മൂഡ് അനുസരിച്ചിരിക്കും കേട്ടോ. അല്ലെങ്കിലും കുട്ടികളുടെ അങ്ങനെയാണല്ലോ, ഓരോ ദിവസം ഓരോ മൂഡായിരിക്കും കേട്ടോ. പിന്നെ ഇവരൊക്കെ കുട്ടികളെ എന്ത് കാട്ടിയാലും അത് കാണാനൊരു രസമാണല്ലോ, നല്ല രസമാണ് അവരെന്ത് ചെയ്താലും ഇങ്ങനെ കാണാൻ. പിന്നെ അങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അതുപോലെ തന്നെ പ്ലഡ്ജ് ചൊല്ലി എല്ലാ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. എല്ലാവരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നാൽ എല്ലാവരോടും അകത്തേക്ക് കയറിയിരിക്കാൻ പറഞ്ഞു. ബാലവാടിയിൽ സ്വാതന്ത്ര്യദിനത്തിന് മധുരം കൊടുക്കുമല്ലോ, അപ്പോൾ ആ ഒരു ചടങ്ങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ഇതെന്താന്ന് വെച്ചാൽ ടീച്ചർ ചോദിക്കാൻ കേട്ടോ, എത്ര കളറാണുള്ളത് കൊടിക്ക്, കൊടിയുടെ അപ്പം 3 കളറ്, എന്തൊക്കെയാണ് കളറ്, അതുപോലെ തന്നെ നടുവിലുള്ളതിന് എന്താന്ന് പറയുക വെച്ചപ്പോൾ അവൻ ശോകചക്രം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അല്ല അശോകചക്രം, പക്ഷെ അവൻ അത് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അവൻ ആ ശോകചക്രം എന്ന് അവന് കിട്ടിയല്ലോ, അത് അശോകചക്രം എന്നാണെന്ന് പറഞ്ഞു കൊടുത്തു. എന്നാൽ അവനത് ഓർമ്മ ഉണ്ടല്ലോ, അങ്ങനെ 24 ഇതാണ് ഉള്ളത് എന്നൊക്കെ അശോകചക്രത്തിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവിടെ ചിരിച്ചത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അവനാകെ എന്തോ പോലെ. അപ്പോൾ ഞാൻ പറഞ്ഞു നീ പറഞ്ഞത് തന്നെ ശരി എന്ന് പറഞ്ഞു കൊടുത്തു കേട്ടോ അവന്. കാരണം അവനങ്ങനെ പറയാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നല്ലോ, ഓർമ്മ വെച്ചിട്ട് അത് പറയാനുള്ള മിണ്ടാതിരുന്നൊന്നുമില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ കുട്ടികളെ അതിനെ അകത്തേക്ക് കയറ്റി മിഠായി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേദുവിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ, ഞങ്ങൾ അവനെ അവിടെ ആക്കിയിട്ട് പോവുമോയെന്ന്. അപ്പോൾ പോവുമൊന്നും ചെയ്യില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇന്നിപ്പോൾ എന്തായാലും ബാലവാടിയൊന്നും ഇല്ലല്ലോ, പരിപാടി കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഒരുമിച്ച് പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ലഡ്ഡും മിഠായിയും ഒക്കെ ഇതാ അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ കുട്ടികൾക്കും വന്നവർക്കും എല്ലാവർക്കും കൊടുത്തു ഹെൽപ്പർ ചേച്ചി. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഞങ്ങൾക്കൊക്കെ കിട്ടി. അതിന് വേദുവിന് പൊതുവെ ലഡ്ഡു ഒന്നും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. വേദു 2 കടി കടിച്ചിട്ട് എന്താ ചെയ്തത്, ബേബിക്കാ കൊടുത്തു ലഡ്ഡു. അതാണ് ഉണ്ടായത്. അങ്ങനെ ആസ്വദിച്ച് കഴിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു അവൻ ഫുള്ള് കഴിക്കുന്നേ, പക്ഷെ ആ 2 കടി കടിച്ചിട്ട് വേദു അത് ബേബിക്ക് കൊടുത്തു. അങ്ങനെ മെമ്പറും ടീച്ചറും ഒക്കെ വീണ്ടും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഗ്രൂപ്പിലിടാൻ വേണ്ടി പറയായിരുന്നു കേട്ടോ അവർ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഗ്രൂപ്പിലിട്ടോണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അതിന് മറക്കാതെ ഞാൻ അവിടെ നിന്ന് തന്നെ ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്തു കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ മറന്നാലോ വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 9 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനിയിപ്പോൾ ഇരുന്നിട്ട് കാര്യമില്ല, എല്ലാം കഴിഞ്ഞല്ലോ, പരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ കുട്ടി ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ, അവൾക്ക് കൊടി വാങ്ങാൻ വേണ്ടിയിട്ട് അവർ കടയ്ക്ക് കയറിയപ്പോൾ ഇവനും വേണമെന്നായിട്ടോ. അവനെ ഞാൻ ഓൾറെഡി ഒരു കൊടി വാങ്ങിക്കൊടുത്തത്, അപ്പോൾ അവന് 2 എണ്ണം വേണമെന്നുള്ള വാശിയായി. 10 രൂപയായിട്ട് ഒരു കൊടിക്ക്, അങ്ങനെ 2 കൊടി ഇന്ന് വാങ്ങിക്കൊടുത്തു. കൊടി അതുപോലെ തന്നെ കൊണ്ടു നടന്നാൽ മതി. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിയിട്ട്, ഞാനല്ല കേട്ടോ അവൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് കടയ്ക്ക് പോകാം കേട്ടോ. അവൻ കടയിൽ നിന്ന് ഞാൻ പറഞ്ഞു എന്തെങ്കിലും വാങ്ങിത്തരാമെന്ന് അറിയാതെ വായെന്ന് പറഞ്ഞു പോയി. അപ്പോൾ എന്താ മാന്തൾ വാങ്ങാൻ വെച്ചിട്ട് പോയതാട്ടോ, ചോറിനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഒന്ന് കൂട്ടാൻ രസമായിരുന്നു. അപ്പം എന്നാൽ മാന്തൾ വറക്കാൻ വിചാരിച്ചിട്ട് മാന്തൾ വാങ്ങാൻ പോയതാണ്. അങ്ങനെ മാന്തളും അവന് എന്തോ സ്നാക്സും വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞൊരു വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ പൂവ് ഒന്ന് നോക്കാൻ ഇറങ്ങിയതാട്ടോ, ചെമ്പരത്തി പൊട്ട്. പിന്നെ ബാലവാടി പോകുമ്പോൾ എന്നും കാണാറുണ്ട് അവിടെ ചെമ്പരത്തി ഉള്ളത്, ആരുടെയും വീടല്ലല്ലോ, ഒരു പറമ്പല്ലേ വെച്ചിട്ട് ഞാൻ പോയി പൊട്ടിക്കാൻ പോയതാട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത്തായി കഴിഞ്ഞാൽ അത്തത്തിൻ്റെ തലേ ദിവസം തുടങ്ങും നമ്മളെല്ലാവരും പൂവ് തേടി പോവല്. അപ്പോൾ എനിക്ക് ഈ ചെമ്പരത്തി മുട്ട എവിടെ കണ്ടാലും ഇങ്ങനെ പൊട്ടിക്കാൻ തോന്നും കേട്ടോ, അത്ര ഇഷ്ടമാണ് എനിക്ക്. പക്ഷേ 2-3 എണ്ണേ കിട്ടിയുള്ളൂ, ബാക്കിയുള്ളതൊക്കെ മുകളിലായിരുന്നു. അതൊരു വടി വെച്ചിട്ട് ഒന്ന് പരിശ്രമിച്ചാൽ കിട്ടിയിരുന്നു. പിന്നെ റോഡാണ്, വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, വേദും ഉണ്ട്. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു, ഇനി നമ്മൾ പൂവിന് വേണ്ടിയിട്ട് കുട്ടികളെ ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ.
കുട്ടികളെ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അത് പകുതി വെച്ചിട്ട് ഉപേക്ഷിച്ചിട്ട് അങ്ങോട്ട് തിരിച്ചു പോയിട്ടോ. പിന്നെ അതാ 3:30 ആകുമ്പോൾ ഡാൻസ് ക്ലാസ്സിലേക്ക് പോകുന്നതാണ് എനിക്ക് കാണുന്നത്. അതിൻ്റെ ഇടയിൽ ബേബി ഞങ്ങളുടെ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നല്ല ഭംഗി തോന്നി എനിക്ക്. അപ്പോൾ പിന്നെ അവൾ 2-3 വട്ടം എനിക്ക് എടുത്തന്നേ. അവൾ ആരൊക്കെയോ എടുക്കുന്നത് കണ്ടിട്ട് എടുത്തതാണ് കേട്ടോ അങ്ങനെ. അപ്പോൾ അതാ ഡാൻസ് ക്ലാസ്സിൽ കുട്ടികളൊക്കെ 2-3 പേര് കുറച്ച് പേരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഉണ്ട് ഇവരുടെ വീടിൻ്റെ നേരെ ഒരു പൂച്ച പ്രസവിച്ച് കിടക്കണു കേട്ടോ. 3 കുഞ്ഞുങ്ങളാടെ. 3 നല്ലതുണ്ട്, അതിൻ്റെ ഡബിൾ ഇരട്ടിയുണ്ട് തോന്നുന്നു. ഓരോ കുഞ്ഞുങ്ങളെ ഓരോ സ്ഥലത്താട്ടോ അവർ ആക്കണത്. കടിക്കാൻ ശ്രമിക്കണം ആ പൂച്ച കുട്ടീനെ. നിങ്ങൾ നോക്കി നോക്കൂ, ഈ ചെറിയ പൂച്ചക്കുട്ടികളാണ്, പക്ഷേ ഇതിങ്ങനെ പെറ്റ് പെരുകിയാലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു കുട്ടീനെ എടുത്തിട്ട് അതിങ്ങനെ പോണ്ടിട്ടതാ. അപ്പോൾ ഞങ്ങൾ എങ്ങട്ടാന്നിങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ വീട്ടിലാണ് എപ്പോഴും സ്ഥിരം പൂച്ച പ്രസവിച്ച് കിടക്കാറ് തോന്നുന്നുണ്ട് കേട്ടോ. എപ്പോഴും ഉണ്ടാവും പൂച്ച. അപ്പോൾ ഒരു ഭാഗത്തേക്ക് പോയപ്പോൾ പൂച്ച അവിടെ വടുക്കോർത്തോ അവിടെ എവിടെയോ നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടെ കുട്ടീനെ ആക്കിയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ വധാശ്രമം ഉപേക്ഷിച്ചിട്ട് വീണ്ടും ആ ചെറുതിനെ എടുത്തിട്ട് ഇങ്ങനെ കടിക്കുന്നുണ്ട്. പിന്നെ കുറേ അകത്തേക്ക് കയറാൻ ശ്രമിച്ചു. ഒരു പൂച്ചേനെ അകത്തേക്ക് കയറ്റി. അങ്ങനെ കുറേ വട്ടം പൂച്ചയുടെ ആയിട്ടുള്ളൊരു കളിയായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ കുറച്ച് നേരം വേദു ഇവിടെ ഞാനും കൂട്ടിയിട്ട് പുറത്തിരുന്നിട്ട് ഇങ്ങനെ കളിയൊക്കെ കാണാം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ യാച്ചുക്കുട്ടനും ഉണ്ട്. അപ്പോൾ അതാ ഈ പൂച്ച ഈ നേരത്തെ എന്താ ചെയ്തത്, പൂച്ച കുട്ടിയായിട്ട് വന്നിട്ട് അകത്തേക്കാണ് കയറി. ആദ്യം ഒരു വട്ടം കയറിയിട്ട് ഒരു പൂച്ചേനെ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടാമത് പോയപ്പോൾ അവിടെ ഉള്ളവർ വാതിലടച്ചു. വാതിലടച്ചപ്പോൾ ഇതിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ള ഇതില്ല. ഓൾറെഡി അതിൻ്റെ ഒരു കുട്ടി അവിടെ പെട്ടുപോയി. ഇതിങ്ങനെ അവിടെയും കുട്ടികളുള്ളതാണ്. നമ്മൾ നമ്മുടെ കാര്യം നോക്കണല്ലോ. കുട്ടികൾക്കൊക്കെ ഈ പൂച്ചയുടെ രോമവും കാര്യങ്ങളൊക്കെ ആയി അലർജിയൊക്കെ വരും. അപ്പോൾ ഇത് ഇങ്ങനെ പൂച്ച ഇങ്ങനെ അകത്തിങ്ങനെ ഒരുപാട് എണ്ണത്തിനെ കൊണ്ടുവന്ന് ഇടുക പറഞ്ഞാൽ അത് എത്ര ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾ ആലോചിക്കണം. ഇപ്പോൾ പൂച്ച സ്നേഹികളാണോ അല്ലേ അതൊന്നുമല്ല നമ്മൾ കാര്യമാക്കേണ്ടത്. അങ്ങനെ ആ പൂച്ചേനെ എങ്ങനെയൊക്കെയോ അവിടുന്ന് പറഞ്ഞയച്ചു കേട്ടോ. ചെറിയ കുട്ടീനെ ഇനി അവർ ആ പൂച്ചയുടെ അടുത്തേക്ക് ആക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ ഇവർ ഇതാ പതിവ് പോലെ ഡാൻസ് പ്രാക്ടീസൊക്കെ നടന്നു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് വേദുട്ടൻ തലേ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പാടത്തേക്ക് പോകണമെന്ന്. അവരുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പാടം. പ്രത്യേകിച്ച് പാടത്ത് കാണാനായിട്ട് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ പോകും വഴിക്ക് കുറച്ച് ചെമ്പരത്തിയുടെ മുട്ട അവിടെയും കണ്ടു കേട്ടോ ഞാൻ. അത് ചെമ്പരത്തിയാണ്. അപ്പോൾ 2 എണ്ണം അവിടെ നിന്നും പറിച്ചു. ഇനി അവർക്കൊരു വിഷമം വിചാരിച്ചിട്ട് അവിടെ ആളില്ല കേട്ടോ ആ വീട്ടിൽ. ഇതാ 3 എണ്ണം കിട്ടി. അപ്പോൾ അതും കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടു. അപ്പോൾ ബേബി അതിൻ്റെ ഇടയിൽ എന്തോ വെള്ളത്തിലൊക്കെ കളിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ബേബിയെ വെള്ളത്തിലൊന്നും കളിക്കേണ്ട, ഇപ്പോൾ ഓരോരോ രോഗങ്ങളാണ് വരുന്നത്, വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട പറഞ്ഞപ്പോൾ അത് അവൾ അവിടെ ഉപേക്ഷിച്ചു. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.